തുല്യത സെക്കൻഡ് ഇയർ മോഡൽ എക്സാമിനേഷൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതായത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ അപ്രീസിയേഷൻ ഓഫ് ദ 7 ഏജസ് ഓഫ് മാൻ ഓർ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. വില്യം ഷേക്സ്പിയർ ദ ബാർഡ് ഓഫ് ഏവൺ, ഏവണിലെ കവി അല്ലെങ്കിൽ ഗായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഏവൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാസ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ് ഡ്രമാറ്റിസ്റ്റ് ദാറ്റ് ദ വേൾഡ് ഹാസ് എവർ നോൺ. ലോകമറിയുന്ന ഏറ്റവും വലിയൊരു പോയറ്റ് ഡ്രമാറ്റിസ്റ്റാണ്. പോയറ്റാണ്, അതുപോലെ തന്നെ പ്ലേ റൈറ്റ്. അങ്ങനെയുള്ള ഒരാളാണ് ബാർഡ് ഓഫ് ഫേമിനായിട്ടുള്ള വില്യം ഷേക്സ്പിയർ. എമംഗ് ദ 37 plays he has written, ഏതാണ്ട് 37ഓളം നാടകങ്ങൾ എഴുതിയതിൽ ആസ് യു ലൈക്ക് ഇറ്റ് ഈസ് എ കോമഡി. എഴുതിയതിലൊരു കോമഡിയാണ് ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള നാടകം. ഇൻ വിച്ച് വി സീ ദ ഫിലോസഫിക്കൽ വേർഡ്സ് ദ 7 ഏജസ് ഓഫ് മാൻ. ആ നാടകത്തിലാണ് ഈ ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള കവിത കാണുന്നത് അല്ലേ, ദ 7 ഏജസ് ഓഫ് മാൻ. ദ ക്യാരക്ടർ ജാക്ക് കമ്പയർസ് വേൾഡ് ടു എ സ്റ്റേജ് ആൻഡ് ഹ്യൂമൻ ലൈഫ് ടു എ പ്ലേ. അതിൽ നമുക്ക് കാണാം ജാക്ക് എന്ന കഥാപാത്രം എന്താണ് ചെയ്യുന്നത്, ലോകത്തെ ഒരു സ്റ്റേജായിട്ടും അതുപോലെ തന്നെ മനുഷ്യജീവിതത്തെ ഒരു നാടകമായിട്ടും അതിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ദീസ് ബ്ലാങ്ക് വേഴ്സ് ആണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റൈം സ്കീമൊന്നുമില്ല, അല്ലെങ്കിൽ ഫ്രീ വേഴ്സ് എന്ന് പറയാം. അൺറൈംഡ് ലൈൻസ് ഈസ് നരേറ്റീവ് ഇൻ സ്റ്റൈൽ. അതൊരു കഥ പറയുന്ന രൂപത്തിലാണ് അല്ലേ, ഒരു പോയറ്റിക് സ്റ്റൈലൊന്നുമല്ല, ഒരു പ്രോസായിക് സ്റ്റൈലാണ്. വിത്ത് ബ്യൂട്ടിഫുൾ ഇമേജസ്, ഒരുപാട് ഇമേജസ് അതിലുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ആ പോയം വായിക്കുമ്പോൾ മനസ്സിൽ വരാനുണ്ട്. ദ പോയം പ്രസൻറ്റ്സ് ദ 7 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. ദേ ആർ കോൾഡ് ആസ് 7 ഏജസ്. മനുഷ്യ ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങളാണ് ഈ പോയത്തിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഈ 7 ഏജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Shakespeare wants us to realize the fact that human life is like a drama on the world stage. ലോകമാകുന്ന ആ സ്റ്റേജിൽ നമ്മൾ ഡ്രാമ ആർട്ടിസ്റ്റാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെറും നടന്മാരാണ്. The central theme found in this poem is the changing phases of life. ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, the changing phases of life. ജീവിതത്തിലെ മാറുന്ന ഘട്ടങ്ങൾ. Men and women, like actors, come, play their roles and quit. ആണായാലും പെണ്ണായാലും ആക്ടേഴ്സാണ്, അവർ വരുന്നു, അവരുടെ റോൾസ് വളരെ ഭംഗിയാക്കുന്നു, എന്നിട്ട് കടന്നു പോകുന്നു. ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ പെക്യൂലാരിറ്റീസ്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് ആൻ ഇൻഫൻറ്റ്. ശൈശവദശയാണ് ആദ്യത്തെ സ്റ്റേജ്. ഹു ഈസ് ടോട്ടലി ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. എന്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് എ സ്കൂൾ ഗോയിങ് ബോയ്. ഒരു സ്കൂൾ കുട്ടിയാണ് അടുത്ത സ്റ്റേജ്. ഹീ ഈസ് അൺവില്ലിംഗ് ടു ഗോ ടു സ്കൂൾ. സ്കൂൾ പോകുന്നത് ഇഷ്ടമല്ല. ഇൻ ദ തേർഡ് സ്റ്റേജ് മാൻ പ്ലേസ് ദ റോൾ ഓഫ് എ ലവർ ഹു ഹീവ്സ് ഡീപ് സൈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹിസ് ബിലവഡ്. സ്വന്തം പ്രേമഭാജനത്തിൻ്റെ ആബ്സെൻസിൽ നെടുവീർപ്പിടുന്ന ലവറിൻ്റെ സ്റ്റേജാണ് അടുത്തതെന്ന് പറയുന്നത്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹീ ഈസ് ആൻ എനർജറ്റിക് rush soldier who is ready to sacrifice even his life for short-lived reputation. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സോൾജിയറിൻ്റെ സ്റ്റേജാണ് അല്ലേ, എനർജറ്റിക് ആയിട്ടുള്ള, എല്ലാറ്റിനും വേഗത കാണിക്കുന്ന അല്ലേ, എപ്പോഴും പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സോൾജിയറിൻ്റെ സ്റ്റേജാണ്. അദ്ദേഹം എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, എന്തും ത്യാഗം ചെയ്യും. എന്തിനു വേണ്ടി? കുറച്ചു കാലത്തേക്കാണെങ്കിലും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എന്തും അവൻ ചെയ്യും. ഇൻ ദ ഫിഫ്ത്ത് സ്റ്റേജ് ഹി പ്ലേസ് ദ റോൾ ഓഫ് പ്രോസ്പെറസ് വെൽഫെഡ് ജഡ്ജ്. അടുത്തത് ധനികനായിട്ടുള്ള, അതായത് പ്രോസ്പെറസ് ആയിട്ടുള്ള, വെൽഫെഡ്, അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന, തടിച്ചു കൊഴുത്ത ഒരു ജഡ്ജിൻ്റെ റോളാണ്. ഹീ ഷോസ് ഓഫ് ഹിസ് വിസ്ഡം. ഷോ ഓഫ് ചെയ്യും, പലതും പ്രകടിപ്പിക്കും അല്ലേ, വെറുതെ ജാട പുറത്ത് കാണിക്കും. അതിൻ്റെ ബുദ്ധിയെക്കുറിച്ച് അവനങ്ങനെ പൊങ്ങച്ചം പറയും. ആൻഡ് നോളേജ് ടു ഇംപ്രസ് അതേഴ്സ്. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി സ്വന്തം ബുദ്ധിയും അറിവുമെല്ലാം അവൻ പുറത്തേക്ക് കാണിക്കും. ദെൻ ഇൻ ദ സിക്സ്ത് സ്റ്റേജ് ഹീ ഈസ് വീക്ക് തിൻ ഓൾ മാൻ. അടുത്ത സ്റ്റേജ്, ആറാമത്തെ സ്റ്റേജിൽ മെലിഞ്ഞ, വളരെ ക്ഷീണിച്ച ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള മനുഷ്യനാവും. ഹീ ലുക്സ് ഫണ്ണി ഇൻ ഹിസ് ലൂസ് ക്ലോത്ത്സ്. ആകെ മെലിഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ പഴയ വസ്ത്രങ്ങളെല്ലാം ലൂസായി മാറിയിട്ടുണ്ടാവും. അയാളെ കണ്ടാൽ ഒരു ജോക്കറിനെ പോലെ ഇരിക്കും. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് സെനിലിറ്റി. വെൻ എ മാൻ ഈസ് ഹെൽപ്ലെസ് ആസ് എ ബേബി. ഒരു കുട്ടിയെപ്പോലെ പെരുമാറുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ഓൾഡ് ഏജ്, അതാണ് സെനിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെനിലിറ്റിയുടെ അവസ്ഥയിൽ എങ്ങനെയാണ്? ടോട്ടലി ഹെൽപ്ലെസ് ആണ്, ഒരു കുട്ടിയെപ്പോലെ തന്നെ. രണ്ടാം ശൈശവം അദ്ദേഹം കൈക്കൊള്ളുന്നു. ഹീ ലൂസസ് ഹിസ് ടീത്ത്. പല്ല് പോകുന്നു. ഐസ്, കണ്ണുകളുടെ കാഴ്ച കുറയുന്നു. സെൻസസ് ആൻഡ് എവരിതിങ്. സെൻസസിൻ്റെ എല്ലാം ശക്തി കുറയുന്നു. അങ്ങനെ എല്ലാം അവന് നഷ്ടപ്പെടുന്നു.
അറ്റ് ലാസ്റ്റ് ഹി ഹാസ് ടു മേക്ക് ഹിസ് എക്സിറ്റ്. അങ്ങനെ അവൻ ആ സ്റ്റേജിൽ നിന്ന് മറയേണ്ടി വരുന്നു. ആഫ്റ്റർ പ്ലേയിങ് ഹിസ് റോൾസ് ഇൻ ദ ഡ്രാമ ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ നാടകമെല്ലാം കളിച്ചതിന് ശേഷം. ദിസ് ഫ്രീ വേഴ്സ് ഈസ് എൻറിച്ച്ഡ് വിത്ത് സ്ട്രൈക്കിംഗ്ലി ബ്യൂട്ടിഫുൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഈ ഒരു ഫ്രീ വേഴ്സ് എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞതാണ്. അതിൽ നിറയെ എന്താണ്, ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത്, നിറയെ ഉണ്ട്. എന്താണുള്ളത്? സ്ട്രൈക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. സ്ട്രൈക്കിംഗ് മീൻസ് അട്രാക്റ്റീവ്ലി ബ്യൂട്ടിഫുൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഒരുപാട് അലങ്കാരങ്ങളെല്ലാം ഉണ്ട്. സിമിലീസ്, എന്തൊക്കെയാണ് സിമിലി? ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. ലൈക്കോ ആസോ ഒരു വരിയിൽ വരികയാണെങ്കിൽ അവിടെ സിമിലി ഉണ്ടാകും. ഇവിടെ ഒച്ചിനെ പോലെ ഇഴയുക എന്നാണ്. എന്തിനെ പോലെ? ലൈക്ക് എന്ന് കാണാം അല്ലേ, അതുപോലെ എന്ന് പറയാം. അതുപോലെ സൈയിങ് ലൈക്ക് ഫർനെസ്, ഒരു ചൂളയെ പോലെ നെടുവീർപ്പിടുക, അതാണ് സൈയിങ് ലൈക്ക്. ഇവിടെ രണ്ട് ഭാഗത്തും ലൈക്ക് എന്ന് കാണാം. അടുത്തത് ബേഡർ ലൈക്ക് എ പാഡ്, ലെപ്പേർഡ് അല്ലേ, ലെപ്പേർഡിനെ പോലെ താടിയുള്ളവൻ. അപ്പോൾ മനുഷ്യനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിമിലിക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അതുപോലെ മെറ്റഫർ ഉണ്ട്. എന്തൊക്കെയാണ് മെറ്റഫർ? ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ലോകം എന്ന് പറയുന്നത് സ്റ്റേജ് തന്നെയാണ്. സ്റ്റേജിനെ പോലെയാണെന്നല്ല, സ്റ്റേജ് തന്നെയാണെന്ന് പറയുന്നു. അതാണ് മെറ്റഫർ. ഓൾ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ആളുകൾ എന്ന് പറയുന്നത് നാടകം കളിക്കുന്നവരെ പോലെയല്ല, നാടകം കളിക്കുന്നവർ തന്നെയാണ് എന്ന് പറയുന്നു. അവിടെ മെറ്റഫർ. പിന്നെ ഷൈനിങ് മോർണിംഗ് ഫേസ്, ദ ബബിൾ റെപ്യൂട്ടേഷനെ ബബിളായിട്ട് കാണുന്നു. ഇതൊക്കെ മെറ്റഫേഴ്സിന് എക്സാമ്പിളാണ്. അലിട്രേഷൻ ഈസ് ദ ക്ലോസ് റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ് ടു ഫെസിലിറ്റേറ്റ് നരേഷൻ. ഓരോ വാക്കിൻ്റെയും തുടക്കത്തിൽ ഒരു വരിയിൽ അടുത്തടുത്തുള്ള വാക്കുകളിൽ കോൺസണന്റ് സൗണ്ട്സ്, വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിച്ച് വരികയാണെങ്കിൽ അതാണ് അലിട്രേഷൻ. ഇവിടെയുമുണ്ട് ഷങ്ക്, ഷാങ്ക്, അതിൽ SH എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നത് കാണാം. അതുപോലെ തന്നെ പ്ലേസ്, ഹിസ് പാർട്ട്, അവിടെ P എന്നുള്ളത് അടുത്തടുത്ത വാക്കുകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അലിട്രേഷൻ എക്സാമ്പിൾ. പേഴ്സോണിഫിക്കേഷനും ഇതിലുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുക്കളുടെ ക്വാളിറ്റി ചാർത്തി കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മഴത്തുള്ളി ജനലിൽ തൊട്ടു, ഒരു കവിതയാണല്ലേ. മഴത്തുള്ളി ജനലിൽ തൊട്ടു. തൊടുക എന്ന് പറയുന്നത് ജീവനുള്ളവ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലേ. മഴത്തുള്ളിക്ക് ജീവനില്ല എങ്കിലും അത് തൊട്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ വരിയിൽ അല്ലേ, സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കാനൺസ് മൗത്ത്. ഇവിടെ കാനൺസ് മൗത്ത് എന്ന് കാണാം. പീരങ്കിയുടെ വായിൽ അല്ലെ, പീരങ്കിയുടെ വായിൽ പോലും ബബിൾ റെപ്യൂട്ടേഷൻ കാണിക്കുന്ന, ബബിൾ റെപ്യൂട്ടേഷന് വേണ്ടി നിലകൊള്ളുന്ന സോൾജിയർ, അതാണ്. അപ്പോൾ അവിടെ പീരങ്കിക്ക് ശരിക്കും വായില്ല, പക്ഷെ വായുള്ളതായിട്ട് പറയുന്നു. ജീവികൾക്കാണ് വായുള്ളത്. ഇവിടെ പീരങ്കിയുടെ മൗത്ത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് എന്താണ്? പേഴ്സോണിഫിക്കേഷനാണ്. ദ കാനൺ ഈസ് ആൻ ഒബ്ജക്റ്റ്. കാനൺ എന്ന് പറയുന്നൊരു വസ്തുവാണ്. സോ ഒബ്വിയസ്ലി അതുകൊണ്ട് എന്താണ്? വ്യക്തമായിട്ടും അതിന് മൗത്ത് ഉണ്ടാവില്ല. ഹ്യൂമൻ ബീയിങ്സ് ആർ മോർട്ടൽ. മനുഷ്യൻ എന്ന് പറയുന്നത് നശ്വരരാണ്, എന്ന് വേണമെങ്കിൽ മരിക്കാം. ദ വേൾഡ് ഈസ് ടൈംലെസ്. ലോകമാണെങ്കിലോ ലിമിറ്റ്ലെസ് ആണ്, സമയരഹിതമാണ്, അല്ലെങ്കിൽ അതിന് അതിർവരമ്പുകളില്ല. ഈച്ച് പേഴ്സൺ പ്ലേസ് എ റോൾ അസൈൻ ടു ഹിം ഓർ ഹെർ ഇൻ ദ സെയിം വേ ആസ് ആൻ ആക്ടർ ഓർ ആൻ ആക്ട്രസ് ഡസ് ഇൻ ദ ഡ്രാമ ഓൺ എ സ്റ്റേജ് ഇൻ തിയേറ്റർ. തിയേറ്ററിൽ ഡ്രാമ കളിക്കുന്നത് പോലെ ഒരു ആക്ടറും ആക്ട്രസും തനിക്ക് കളിക്കാനുള്ളതൊക്കെ കളിച്ചിട്ട് പോകുന്നു. വി എൻ്റർ ദ വേൾഡ് വെൻ വി ആർ ബോൺ. നമ്മൾ ജനിക്കുമ്പോൾ ഈ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. വി ലീവ് ഇൻ ദിസ് വേൾഡ് ത്രൂ വേരിയസ് സ്റ്റേജസ്. പല ഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു. വി ലീവ് ദിസ് സ്റ്റേജ് വെൻ വി റിട്ടയർ ഫ്രം ലൈഫ്, ദാറ്റ് ഈസ് വി ഡൈ. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഈ ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആവുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പാസ് ത്രൂ ദീസ് 7 സ്റ്റേജസ്. മിക്കവാറും ആളുകളെല്ലാം ഈ 7 ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഹവെവർ, എന്തായാലും ഓൺലി എ ഫ്യൂ പേഴ്സൺസ് ലൈഫ് മേക്ക് എനി സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ വേൾഡ്. വളരെ കുറച്ച് ആളുകളുടെ ജീവിതം മാത്രമാണ് ഈ ലോകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ചോദ്യം ട്രാവലോഗ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വയനാട്ടിലേക്കൊരു ടൂർ പോവുകയാണ്. ലാസ്റ്റ് വീക്ക് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് വയനാട് വിത്ത് മൈ ഫ്രണ്ട്സ്. വയനാട് ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഡിസ്ട്രിക്ട്. ഇറ്റ്സ് എ ഗ്രീൻ പാരഡൈസ് നെസിൽഡ് എമംഗ് ദ മൗണ്ടൻസ് ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സ് ഫോമിംഗ് ദ ബോർഡർ പാർട്ട് ഓഫ് കേരള. ഒരു ഹരിത സ്വർഗമാണ് അല്ലെ, ഗ്രീൻ പാരഡൈസ്. എവിടെയാണിത് നിലകൊള്ളുന്നത്? നെസിൽഡ്, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അല്ലേ. നെസിൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിറ്റുവേറ്റഡ് എമംഗ് ദ മൗണ്ടൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. പടിഞ്ഞാറൻ പർവ്വത നിരകളിലാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വയനാടുള്ളത്. ഫോമിംഗ് ദ ബോർഡർ പാർട്ട് ഓഫ് കേരള അല്ലേ, കേരളത്തിൻ്റെ ബോർഡറാണ്. മോഡേണൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, ആധുനികവൽക്കരണവും അതുപോലെ നഗരവൽക്കരണവും ഹാവ് നോട്ട് മച്ച് കണ്ടാമിനേറ്റഡ് ദീസ് ഹെവൻലി പ്ലേസ്. ഈ ഒരു സ്വർഗീയ ഭൂമിയെ കണ്ടാമിനേറ്റ് ചെയ്തിട്ടില്ല അല്ലെ, പൊല്യൂട്ട് ചെയ്തിട്ടില്ല. ഐ ഹാഡ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദ ജേണി.
യാത്രയിലുടനീളം എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. Travel through the hairpin curves of Thamarasheri Ghats covered with fog gave me an adventurous feel. താമരശ്ശേരി ചുരം അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു അഡ്വഞ്ചറസ് ഫീലായിരുന്നു അല്ലേ, സാഹസികമായിട്ടുള്ളൊരു ഫീലായിരുന്നു. കാരണം ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ഫോഗ്, മഞ്ഞ് മൂടി കിടക്കുന്നു. ഐ എൻജോയ്ഡ് ദ സീൻ എ ലോട്ട്. ഞാൻ ആ സീൻ ഒരുപാട് ആസ്വദിച്ചു. ദ മങ്കീസ് വെർ വെരി ആക്റ്റീവ് ഓൺ റോഡ്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റോഡിൽ. ഞങ്ങളുടെ വാനിനെ അത് ചേസ് ചെയ്തു, പിന്തുടർന്നു. ആസ് ഇഫ് ദ എക്സ്പെക്റ്റഡ് സം ഈറ്റബിൾസ് ഫ്രോം us. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ പിന്നാലെ പോന്നു. സം ഓഫ് us ത്രൂ സം ഫുഡ് ഐറ്റംസ് ഫോർ ദം. ഐറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം ഞങ്ങൾ എറിഞ്ഞു കൊടുത്തു. വി വിസിറ്റഡ് മാനന്തവാടി അറ്റ് അനദർ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് വയനാട്. വയനാട്ടിലെ ഒരു മനോഹര പ്രദേശമായിട്ടുള്ള മാനന്തവാടിയിലേക്ക് ഞങ്ങൾ സന്ദർശിച്ചു. ഈച്ച് പ്ലേസ്, ഓരോ സ്ഥലവും ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി ടു റിലീഷ്. അതിൻ്റേതായ മനോഹാരിത സൂക്ഷിക്കുന്നതായിരുന്നു. റിലീഷ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഐറ്റം ഒക്കെ ആണെങ്കിൽ സ്വാദ് നോക്കുക, രുചിച്ച് നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്താണ്, ആസ്വദിക്കുക അല്ലേ, ആസ്വദിക്കുക എന്നുള്ള അർത്ഥമാണ് റിലീഷിനുള്ളത്. അപ്പോൾ ആസ്വദിക്കാൻ മാത്രം ഭംഗിയുള്ള സ്ഥലമാണ് ഓരോ പ്രദേശവും. വി ഹാഡ് ട്രെക്കിംഗ് ടു ചെമ്പ്ര പീക്ക്. അങ്ങനെ ഞങ്ങൾ ചെമ്പ്ര പീക്കിലേക്ക് ട്രെക്കിങ്ങിന് പോയി. അടുത്തിട്ട് പോയത് കുറുവ ഐലൻഡ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻസ് ഇൻ വയനാട്. ദ ഐലൻഡ് ഈസ് അൺഇൻഹാബിറ്റഡ് അല്ലേ, അവിടെ ആൾക്കാർ താമസിക്കണമെന്നില്ല. ആൻഡ് ഈസ് എൻ ഐഡിയൽ പിക്നിക് സ്പോട്ട്. അവിടെ നല്ലൊരു പിക്നിക് സ്പോട്ട് തന്നെയാണത്. ടു റീച്ച് ദ ഐലൻഡ് വി ഹാവ് ടു ക്രോസ് എ സ്മോൾ സ്ട്രീം ബൈ ഫുട്ട്. നടന്നുകൊണ്ട് ചെറിയൊരു അരുവി മുറിച്ച് കിടക്കേണ്ടതുണ്ട് ആ ഐലൻഡിലെത്താൻ. നേച്ചർ സീം ടു ബി സോ ക്ലോസ് ആൻഡ് റിയൽ അറ്റ് വയനാട്. പ്രകൃതി ഏറ്റവും നമ്മളോട് അടുത്ത് കിടക്കുന്നത് വയനാട്ടിലാണ്. ആർട്ടിഫിഷ്യൽ സൈൻസ് ആൻഡ് സ്മെൽസ് ആർ അൺഫെമിലിയർ ഹിയർ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സയൻസ്, യാതൊരു അടയാളങ്ങളോ അതുപോലെ വേണ്ടാത്ത നാച്ചുറൽ അല്ലാത്ത മണങ്ങളോ ഒന്നും അവിടെ ഇല്ല. Then we went to Pookod Lake. പിന്നെ ഞങ്ങൾ പോയത് പൂക്കോട് ലേക്കിലേക്കാണ്. Most of us were busy taking photos in the background of the scenic beauty. Then after afternoon, we headed to Meemutti waterfalls. This is very close to Neelimala. We reached the falls through a 2 kilometers trekking. അങ്ങനെ വാട്ടർഫോൾസിലേക്ക് 2 കിലോമീറ്റർ നടന്നുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. Everybody enjoyed the waterfall by getting down the cool water. എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി എൻജോയ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി മൂവ് ടു ബാണാസുര സാഗർ ഡാം, which is the largest earth dam in India. We had shopping of spices, coffee, bamboo products and herbal products from nearby shop. At 3 p.m. we reached Edakal caves. ഇടക്കൽ ഗുഹകളിലേക്ക് എത്തുകയാണ്. To climb up the top of the caves was not that easy. ആ കേവ്സിൻ്റെ ടോപ്പിലേക്ക് എത്തുക എന്നുള്ളത്, അവിടേക്ക് പൊത്തിപ്പിടിച്ച് കയറുക എന്നുള്ളത് അത്ര ഈസി ആയിരുന്നില്ല. We felt so tired reaching the top of the hills. ഞങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തോന്നി കുന്നിൻ്റെ മുകളിലെത്താൻ. ബൈ 7 p.m. we started a journey back to our village. 7 മണിക്ക് തിരിച്ചു പുറപ്പെട്ടു. It would have been a great loss if I hadn't visited the heavenly place. ഇത്തരത്തിലുള്ള ഒരു സ്വർഗീയമായ പ്രദേശം സന്ദർശിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. എങ്ങനെ നമുക്ക് ലെറ്റർ ടു എഡിറ്റർ എഴുതാമെന്ന് നോക്കാം. ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ തന്നെയാണ് ലെറ്റർ ടു എഡിറ്റർ എഴുതേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് വേണ്ടത്. അത് സാധാരണ നമ്മൾ ഫ്രം അഡ്രസ് എഴുതി വെക്കലാണ് പതിവ്. നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമാജിനറി അഡ്രസ്സ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ള അഡ്രസ്സ് സന്തോഷ് ശിവറാം, സബർമതി വില്ല, ഗാന്ധി നഗർ, ട്രിവാൻഡ്രം. പിന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദ എഡിറ്റർ ടു അഡ്രസ്സാണ് പിന്നെ എഴുതിയിട്ടുള്ളത്. അവിടെ നമ്മൾ ഫ്രം ടു ഒന്നും എഴുതിയിട്ടില്ല. ഒരു സ്പേസ് വിട്ടതിന് ശേഷം, അതായത് ഫ്രം അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതി, ഡേറ്റ് എഴുതാൻ ആരും മറക്കരുത്. അതിനുശേഷം ഒരു സ്പേസ് വിട്ടതിന് ശേഷം ദ എഡിറ്റർ, ആ ന്യൂസ് പേപ്പറിൻ്റെ പേര് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, സ്ഥലം, പിന്നെ ഒരു സ്പേസ് വിട്ടതിന് ശേഷം സർ. വേണമെങ്കിൽ നടുവിൽ സാറിന് മുമ്പായിട്ട് സബ്ജക്റ്റ് എഴുതാവുന്നതാണ്. നമ്മളുടെ സബ്ജക്റ്റ് ഒന്നും എഴുതുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് പാരഗ്രാഫായിട്ട് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. ആസ് എ റെഗുലർ റീഡർ ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി, I am delighted to appreciate your efforts to create a positive attitude towards social issues. സാമൂഹികമായിട്ടുള്ള ഇഷ്യൂസ്, അപ്പോൾ അതിനെതിരെ നിങ്ങൾ നടത്തിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്കുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളെല്ലാ കാര്യങ്ങളെയും പോസിറ്റീവാണ് കാണുന്നത്, ആ ഒരു മനോഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്. സ്ഥിര വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ സന്തോഷമുണ്ട്. നൗ ഐ വിഷ് ടു ഡ്രോ യുവർ കൈൻഡ് അറ്റൻഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തിന്? ടു ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ, ഒരു പ്രധാന കാര്യത്തിലേക്ക്, ദാറ്റ് പബ്ലിക് മസ്റ്റ് ബി ബോതേഡ് അബൌട്ട്. ജനങ്ങൾ അറിയേണ്ട പ്രധാന കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇനി ഒരു രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഇത് എഴുതുക. മൈ കൺസേൺ ഈസ് ദാറ്റ്. ഞാനീ പറയാൻ പോകുന്ന ആ കാര്യം എന്ന് പറയുന്നത് ഇതാണ്.
എൻ്റെ കൺസേൺ ഇതാണ്. ആ പ്രശ്നം, ഇഷ്യൂ എന്താണെന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിന് വേണ്ട ഘടകങ്ങളെല്ലാം ഉണ്ടാകും. അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതി വയ്ക്കുക. അതായത് ടോപ്പിക്ക് അവിടെ എഴുതി വയ്ക്കുക. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലായിട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം വി ഡിസ്കസ്ഡ് ദിസ് ഇഷ്യൂ സോ സീരിയസ്ലി. ഇപ്പോൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതിനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. പ്ലീസ് കൺസിഡർ ദിസ് മാറ്റർ ആൻഡ് പ്രൊവൈഡ് ആംബിൾ സ്പേസ് ഇൻ യുവർ ന്യൂസ് പേപ്പർ ടു ഹൈലൈറ്റ് ദിസ് ഗ്രേവ് ഇഷ്യൂ. ഗ്രേവ് ഇഷ്യൂ മീൻസ് സീരിയസ് ഇഷ്യൂ. ഈ ഒരു സീരിയസ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൻ്റെ വലിയൊരു ഭാഗം, വേണ്ടത്ര ഭാഗം ഉപയോഗിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മേ ദ അതോറിറ്റീസ് ആൻഡ് പബ്ലിക് ഓപ്പൺ ദെയർ ഐസ് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അതിൻ്റെ അതോറിറ്റീസ് അതുപോലെ തന്നെ പൊതുജനങ്ങൾ എല്ലാവരും അവരുടെ കണ്ണുകൾ തുറക്കട്ടെ, എന്നിട്ട് വേണ്ടത്ര രീതിയിൽ വേണ്ട മാതിരി പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കത്ത് നിർത്തുകയാണ്. യുവേഴ്സ് ട്രൂലി എന്നാണ് എഴുതിയിട്ടുള്ളത്. യുവേഴ്സ് ട്രൂലിയോ യുവേഴ്സ് സിൻസിയർലിയോ എഴുതാം. ട്രൂലിയാണ്. ട്രൂലിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, TRULY, കോമ, അതിനുശേഷം നെയിം. ആരാണോ എഴുതിയിട്ടുള്ളത് ഈ ലെറ്റർ എഴുതുന്നത്, അയാളുടെ നെയിം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ലെറ്റർ എഴുതിയിട്ടിൻ്റെ കാര്യങ്ങളൊക്കെയായി. നടുവിൽ മാത്രമേ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുള്ളൂ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതെ, ചോദ്യത്തിനുള്ള കാര്യങ്ങൾ എടുത്തെഴുതണം. ഓക്കെ, എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ചോളുക. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ റൈറ്റിംഗ് എ ലെറ്റർ ടു ദ എഡിറ്റർ. അതെ, അപ്പോൾ ഇതിലത്തെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് സാധാരണ എസ്സേക്ക് കൂടി ഉതകുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഒരു എസ്സേ എഴുതാനും കൂടിയുള്ള രീതിയിൽ ഇതിൻ്റെ തീംസൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഏതെല്ലാം ചോദ്യത്തിലേക്ക് പോവാം. The unscrupulous destruction of waterfalls, ponds and paddy fields in the name of development in Kerala results in large-scale environmental degradation. അപ്പോൾ അനീതിപൂർവകമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുക. എന്തിനൊക്കെയാണ് നാശങ്ങൾ ഉണ്ടാക്കുന്നത്? നശിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? വാട്ടർഫോൾസ്, പോൺസ് ആൻഡ് പാഡി ഫീൽഡ്സ്, തണ്ണീർത്തടങ്ങളും അതുപോലെ കുളങ്ങളും പാടങ്ങളും എല്ലാം എന്ത് ചെയ്യണു? നശിപ്പിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ്? ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ അത് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷന്, പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്നു. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ യു ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എനി ലീഡിംഗ് ന്യൂസ് പേപ്പർ റിക്വസ്റ്റിംഗ് ഹിം ടു പബ്ലിഷ് എൻ ആർട്ടിക്കിൾ ഓൺ ദ ഇഷ്യൂ. അപ്പോൾ ഈ ഇഷ്യൂവിനെ കുറിച്ച് ലെറ്റർ അയക്കാനാണ്. ആർക്ക്? എഡിറ്റർക്ക്. ഈ ഇഷ്യൂസൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയക്കാനാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഫ്രം അഡ്രസ് എഴുതുന്നു. കാതറിൻ, സാറ്റ്വിക് നഗർ, കാലിക്കറ്റ്. പിന്നെ ഡേറ്റും എഴുതാൻ മറക്കരുത്. പിന്നെ ദ എഡിറ്റർ, ദ ഹിന്ദു, അല്ല ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ പേര്, സ്ഥലം എഴുതുക. റിക്വസ്റ്റ് ടു പബ്ലിഷ് ആൻ ആർട്ടിക്കിൾ റിഗാർഡിംഗ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് എന്താണ് സബ്ജക്റ്റ് എന്ന്. സബ്ജക്റ്റ് നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി. സർ, it's pertinent for policymakers and planners to understand the interlinkage and complexity between development and environment. Pertinent എന്ന് പറഞ്ഞാൽ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ്. ഇറ്റ് ഈസ് പെർട്ടിനൻറ്റ്. ഇത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലൊക്കെ ഒരു നല്ല ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ബാക്കിയാണ് സിമ്പിളാണ് കേട്ടോ. ഇറ്റ്സ് പെർട്ടിനൻറ്റ്, അത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആർക്കൊക്കെ? ഫോർ പോളിസി മേക്കേഴ്സ്, നയം രൂപീകരിക്കുന്ന ആളുകൾക്ക്, അതായത് ഭരണകർത്താക്കൾക്ക്, പ്ലാനേഴ്സിനൊക്കെ. എന്ത്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻ്റർലിങ്കേജ്, ദ റിലേഷൻ ആൻഡ് കോംപ്ലക്സിറ്റി, അല്ലേ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയാണ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. പ്രകൃതിയും അതുപോലെ തന്നെ വികസനവും തമ്മിലുള്ള ബന്ധവും, ഇൻ്റർലിങ്കേജും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസും, അതിൻ്റെ ചില വിഷമതകളും അതെല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഡെവലപ്മെൻറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. നമുക്കറിയാം, വികസനം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. If it is construction of roads, buildings or dams, modern agricultural procedures, factories, mining or waste disposal, everything is necessary. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണെങ്കിലും എല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. But we should remember that. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, everything is required only when the man exists. എല്ലാതും ആവശ്യമുണ്ടാവുക മനുഷ്യൻ നിലനിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലേ? മനുഷ്യൻ ഉണ്ടെങ്കിലേ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. When terrible disasters occur, ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൗ ക്യാൻ ഹ്യൂമൻസ് സർവൈവ്? എങ്ങനെയാണ് ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, അതിജീവിക്കാൻ പറ്റുക? There is tremendous pressure on the natural resources which directly or indirectly leads to the occurrence of disasters like floods, droughts, landslides, earthquakes, etc. വളരെ വലിയ തോതിലുള്ള പ്രഷർ നമ്മുടെ പ്രകൃതിയിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന പ്രഷറാണ്, അല്ലേ? അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ചില ഡിസാസ്റ്റേഴ്സിന് വഴിവെക്കും. എങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ്? ഫ്ലഡ്,
വെള്ളപ്പൊക്കം, അതുപോലെ വരൾച്ച, ഉരുൾപൊട്ടൽ, ഭൂകമ്പം ഇതിലൊക്കെ കാരണമാകും. The unscrupulous discussion of waterfalls, ponds and paddy fields in the name of development in Kerala results in large-scale environmental degradation. നമ്മുടെ ചോദ്യത്തിലുള്ള അതേ സെൻറ്റൻസ് ആണ്. We were blessed with abundant pure water resources. നമുക്കറിയാം, നമുക്ക് ധാരാളം അബണ്ടൻ്റായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് ശുദ്ധജല സ്രോതസ്സുകളുണ്ട്. We were independent in food crop production once. ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കിയിരുന്നു, അല്ലേ? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴോ we will have to purchase drinking water and oxygen along with vegetables and eatables if things goes like this. കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരിക്കൽ എന്ത് ചെയ്യേണ്ടി വരും? ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ തന്നെ ഓക്സിജനും ഇപ്പോൾ വെജിറ്റബിൾസും അതുപോലെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്ന പോലെ കൊണ്ടേണ്ടി വരും. Nowadays floods and drought has turned very common. ഇക്കാലത്ത് ഫ്ലഡും ഡ്രോട്ടും വളരെ കോമൺ ആയി കാണാനുണ്ട്. Where are we going to? നമ്മൾ എങ്ങോട്ടാണ് ഈ പോണത്? ഇറ്റ്സ് ഹൈ ടൈം വി തോട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മളൊരു സുസ്ഥിര വികസനത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലേ? ഇറ്റ്സ് ഹൈ ടൈം, ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിന്? വി തോട്ട് ഓഫ്. ഇറ്റ്സ് ഹൈ ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ്സ് ഹൈ ടൈം വി തോട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. ഡിസ്ട്രോയിങ് അവർ ഗിഫ്റ്റ്സ് ഇൻ ദ നെയിം ഓഫ് സോ കോൾഡ് ഡെവലപ്മെൻറ്റ് വിൽ ഡിമോളിഷ് അവർ സെൽഫ് ഇൻ ടേൺ. നമുക്ക് കിട്ടിയ പ്രകൃതിയുടെ ഗിഫ്റ്റുകളെല്ലാം നശിപ്പിക്കുന്നത് ക്രമേണ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. സോ പ്ലീസ് കൺസിഡർ ദിസ് ഇഷ്യൂ ടു ബി ഡിസ്കസ് സോ സീരിയസ്ലി ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു പബ്ലിഷ് ആൻ ആർട്ടിക്കിൾ ഓൺ ദ സബ്ജക്റ്റ് ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി. അങ്ങനെ നമ്മളത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നു. യുവേഴ്സ് ട്രൂലി. ലെറ്റർ ടു എഡിറ്റർ ലാസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ യുവേഴ്സ് ട്രൂലി എന്ന് കൺക്ലൂഡ് ചെയ്യണം നല്ലത്. എന്നിട്ട് പേരും എഴുതുക, സിഗ്നേച്ചർ, പേര്. ഓക്കെ, അടുത്തത് തോമസ് നാഷ് എഴുതിയിട്ടുള്ള സ്പ്രിംഗ് എന്നുള്ള കവിതയുടെ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ക്ഷമാപൂർവ്വം പോയം ഒന്ന് വായിച്ച് നോക്കുക. ഏത് അപ്രീസിയേഷൻ തന്നിട്ടുള്ള പോയാണെങ്കിലും ക്ഷമാപൂർവ്വം ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഇതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, റൈമിങ് വേർഡ്സ്, റൈം സ്കീമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കുക, അല്ലേ? ലാസ്റ്റിലേക്ക് എഴുതാനുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് നോക്കുക. ഇപ്പോൾ സ്പ്രിംഗ് എന്നുള്ളത് ടൈറ്റിലാണ് നമുക്കറിയാം, നാഷ് എന്നുള്ളത് കവിയാണെന്ന് നമുക്കറിയാം. പക്ഷേ നാഷിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ ഈ അപ്രീസിയേഷൻ്റെ എഴുതിയതുപോലെ എഴുതിയാൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോയത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. സ്പ്രിംഗ് സീസൺസിലൊന്നാണല്ലോ സ്പ്രിംഗ് സീസൺ, വസന്തകാലം. ദ സ്വീറ്റ് സ്പ്രിംഗ്, സ്പ്രിങ്ങിനെ സ്വീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു, വളരെ മാധുര്യമുള്ള കാലമാണത്. ഈസ് ദ ഇയേഴ്സ് പ്ലസൻറ്റ് കിങ്, ഒരു വർഷത്തിൻ്റെ സന്തോഷവാനായ രാജാവാണ്, അല്ലേ? രാജാവ് തന്നെയാണ് സ്പ്രിംഗ്. So spring is superior to any other seasons. Then blooms each thing, ഓരോന്നിലും പൂക്കൾ വിടരുന്നു. Then maids dance in a ring, അവിടുത്തെ കന്യകമാരെല്ലാം ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നു. Cold doth not sting, doth എന്ന് ഉദ്ദേശിക്കുന്നത് ഡസ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. Cold does not sting, sting എന്ന് വെച്ചാൽ പിഞ്ച് എന്നുള്ള അർത്ഥത്തിലല്ലേ, അല്ലെങ്കിൽ എന്താ പ്രിക്ക്, നോവിക്കുക, നമുക്ക് അസ്വസ്ഥമാകുന്ന രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലൊന്നും തണുപ്പില്ല, സുഖകരമായ കാലാവസ്ഥയാണ്. ദ പ്രിറ്റി ബേർഡ്സ് ഡു സിങ്, ദ ബ്യൂട്ടിഫുൾ ബേർഡ്സ് സിങ്. പിന്നെ അടുത്തത് കുക്കു ജഗ് ജഗ് പൂവേ ടു വിറ്റ ടു വൂ, കാണാം, അല്ലേ? ഇത് പല പക്ഷികളുടെയും, കുക്കു ഉൾപ്പെടുന്ന പല പക്ഷികളും ഉണ്ടാക്കുന്ന കോറസ് സോങ് ആണ്, അല്ലേ? ഗ്രൂപ്പായിട്ട് നിന്ന് പാട്ട് പാടുകയാണ്. അപ്പോൾ അത് ഒരേ കാര്യം, ഒരേ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കിങ്ങനെ റിപ്പീറ്റേഷൻ എന്ന് പറയാൻ പറ്റും, അല്ലേ? ഇവിടെ രണ്ട് വരികൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്പ്രിംഗ്, ദ സ്വീറ്റ് സ്പ്രിംഗ് എന്നുള്ള കാര്യം അല്ല ആദ്യ അവസാനം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ്ങിനെ പ്ലസൻറ്റ് കിങ് ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നു, അല്ലേ? ഒരു സീസണെ രാജാവ് എന്ന് വിളിച്ചിരിക്കുന്നു. രാജാവ് മനുഷ്യനല്ലേ, ജീവനുള്ള സാധനത്തിനല്ലേ ആവാൻ പറ്റൂ. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, അല്ലേ? ഓക്കെ. ദ പാം ആൻഡ് മെയ് മേക്ക് കൺട്രി ഹൗസസ് ഗേ. ദ പാം ആൻഡ് മെയ്, പാം എന്ന് ഉദ്ദേശിക്കുന്നത് ഓലയൊക്കെ ആയിരിക്കും, അല്ലേ? കുരുത്തോല. ആൻഡ് മെയ് മന്ത്, ദ മന്ത് ഓഫ് മെയ്. മേക്ക് കൺട്രി ഹൗസസ് ഗേ, ഇപ്പോൾ ഗ്രാമത്തിലെ വീടുകളെല്ലാം സന്തോഷത്തിലാണ്. ഇപ്പോൾ പാം എന്നുള്ളതും മെയ് എന്നുള്ളതുമൊക്കെ ചില അടയാളങ്ങളാണ്, ആഘോഷത്തിൻ്റെ അടയാളങ്ങൾ. മെയ് മാസത്തിലായിരിക്കാം ഈ കുരുത്തോലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ലാംസ് ഫ്രിസ്ക് ആൻഡ് പ്ലേ, ഫ്രിസ്ക് പറഞ്ഞാൽ തുള്ളിച്ചാടി നടക്കുക എന്നാണ്. അവിടുത്തെ ആടുകളാണെങ്കിലോ അങ്ങനെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നടക്കുന്നു. ദ ഷെപ്പേഡ്സ് പൈപ്പ് ഓൾ ഡേ, അവിടെയുള്ള ആട്ടിടയന്മാർ അവരങ്ങനെ കുഴലൂതിക്കൊണ്ട് പകൽ മുഴുവൻ നടക്കുന്നു. അതിനനുസരിച്ച് ലാമ്പുകൾ തുള്ളിച്ചാടി നടക്കുന്നു.
ആൻഡ് വി ഹിയർ ബേർഡ്സ് ട്യൂൺ ദിസ് മെറി ലേ. അങ്ങനെ നമ്മൾ കേൾക്കുകയാണ് പക്ഷികളുടെ വളരെ സന്തോഷകരമായിട്ടുള്ള ട്യൂൺ, പാട്ടുകൾ. ആ പാട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഫീൽഡ്സ് ബ്രീത്ത് സ്വീറ്റ്, ദ ഡെയ്സീസ് കിസ് അവർ ഫീറ്റ്. ആ ഡെയ്സി ഫ്ലവേഴ്സിൻ്റെ ഗന്ധമായിരിക്കാം ആ പാടത്തു നിന്നിങ്ങനെ വരുന്നുണ്ട് അല്ലേ, നമ്മുടെ മൂക്കിലേക്ക് അതിൻ്റെ സ്വീറ്റായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡെയ്സീസ് നമ്മുടെ കാലിനെ കിസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഡെയ്സീസ് കിസ് അവർ ഫീറ്റ് എന്ന് പറയുന്നതും കിസ് ചെയ്യാം മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം ആയതുകൊണ്ട് അവിടെയും പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ദ ഫീൽഡ്സ് ബ്രീത്ത് സ്വീറ്റ്, ഒരിക്കലും പാടം ശ്വസിക്കില്ല, പാടത്തിന് ശ്വസിക്കാൻ പറ്റില്ല. അതായത് പാടത്തിൽ കൂടി പോകുന്ന ആളുകൾ എങ്ങനെയാണ് വായു എന്ന് പറയുന്ന പോലെ സ്വീറ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. യങ് ലവേഴ്സ് മീറ്റ്, അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പുഷ്പിച്ച് നിൽക്കുന്ന പാടത്ത് അവിടെ ചെറുപ്പക്കാരായ ലവേഴ്സ് മീറ്റ് ചെയ്യുന്നു. ഓൾഡ് വൈവ്സ് എ സണ്ണിങ് സിറ്റ്. സണ്ണിങ് എന്നുള്ളത് സൺ എന്നുള്ളതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് അല്ലേ. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളായിട്ട് വരും. അതായത് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വയസ്സായ സ്ത്രീകൾ അവിടെ വന്നിരുന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. ഇൻ എവരി സ്ട്രീറ്റ് ദീസ് ട്യൂൺസ് അവർ ഇയേഴ്സ് ടു ഗ്രീറ്റ്. ഓരോ സ്ട്രീറ്റിലും നമ്മുടെ ചെവിയെ ഗ്രീറ്റ് ചെയ്യുന്നത്, വരവേൽക്കുന്നത് ഇത്തരത്തിലുള്ള ട്യൂണാണ്, ഹാപ്പി ട്യൂൺസാണ്. വീണ്ടും ആ പക്ഷികളുടെ ഗാനം കോറസായിട്ട് കേൾക്കുന്നു. പറയുന്നു സ്പ്രിങ്, ദ സ്വീറ്റ് സ്പ്രിങ് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. അതിൻ്റെ അപ്രീസിയേഷൻ ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ഓക്കെ, യു ഗോ ത്രൂ ഇറ്റ് ബൈ യുവർ സെൽഫ്.